Hello everyone, welcome back to the channel. Plus 2 Mathematics Revision Series ക്ലാസ്സുകളാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്തിരുന്നത്. ഇന്നും റിവിഷൻ ടോപ്പിക് തന്നെയാണ് എടുത്തിരിക്കുന്നത്. മാർച്ച് 2023 ഹയർ സെക്കൻഡറി എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. HSCക്കും അതുപോലെ VHSCക്കും ഒരുപോലെ സഹായമാകുന്ന വീഡിയോസാണ് നമ്മൾ ചാനലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ മാർച്ച് 2023 ചോദിച്ച ക്വസ്റ്റ്യനാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻ എന്നുള്ള ചാപ്റ്ററിന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ് A ഈക്വൽ ടു സെറ്റ് 1, 2, 3, B ഈക്വൽ ടു സെറ്റ് 2, 3, 4, 5 ആൻഡ് F from A to B defined by f of x equal to set of all xy such that y equal to x plus 1. Write f in roster form. Second question, check whether f is 1, 1 and on 2. ഇപ്പോൾ റോസ്റ്റർ ഫോമിൽ എഴുതാൻ വേണ്ടിയിട്ട് അതിന് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചേക്കുന്നത്. ചെക്ക് വെദർ എഫ് ഈസ് 1, 1 ആൻഡ് ഓൺ 2 അത് ചെയ്യാൻ 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ മൊത്തം 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ എ എന്നുള്ള സെറ്റ് തന്നിട്ടുണ്ട്, ബി എന്ന സെറ്റ് തന്നിട്ടുണ്ട്. എയിൽ നിന്നും ബിയിലേക്ക് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തേക്കുവാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ദ സെറ്റ് ഓഫ് ഓൾ എക്സ് വൈ സച്ച് ദാറ്റ് വൈ ഈക്വൽ ടു എക്സ് പ്ലസ് 1. ഈ ഒരു റിലേഷൻ അനുസരിച്ച് വരുന്ന ഓർഡേഡ് പെയർ എക്സ് വൈകളുടെ കളക്ഷനാണ് നമ്മൾ എഫ് ഓഫ് എക്സ് ആയിട്ട് എടുത്തിരിക്കുന്നത്. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തേക്കുന്നത് അങ്ങനെയാണ്. സെറ്റ് ഓഫ് ഓൾ എക്സ് വൈ സച്ച് ദാറ്റ് വൈ ഈക്വൽ ടു എക്സ് പ്ലസ് 1. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എ വാല്യൂസ് എക്സ് വാല്യൂസ് ഏതിൽ നിന്ന് എടുക്കണം? എയിൽ നിന്ന് എടുക്കണം. വൈ വാല്യൂസ് ഏതിൽ വരുന്നതാണ്? ബി എന്നുള്ള സെറ്റിൽ വരുന്നതാണ്. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഓർഡേഡ് പെയേഴ്സുകൾ ആദ്യം എഴുതുക. അതിനെ റോസ്റ്റർ ഫോമിൽ എഴുതാൻ പറഞ്ഞാൽ എന്താണ്? കോമയിട്ട് വേർതിരിച്ച് സെറ്റിനകത്ത് ഓർഡേഡ് പെയറുകളായിട്ട് കോമയിട്ട് വേർതിരിച്ച് ഇതിനെയാണ് നമ്മൾ റോസ്റ്റർ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തേക്കുന്നത് എങ്ങനെയാണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ദ സെറ്റ് ഓഫ് ഓൾ എക്സ് വൈ സച്ച് ദാറ്റ് y ഈക്വൽ ടു എക്സ് പ്ലസ് 1. അങ്ങനെയാണ് നമ്മുടെ ഫംഗ്ഷൻ തന്നിരിക്കുന്നത്. എ എന്നുള്ള സെറ്റ് എന്താണ്? എ ഈക്വൽ ടു സെറ്റ് 1, 2, 3 ആൻഡ് ബി ഈസ് സെറ്റ് 2, 3, 4, 5. ഓക്കെ, അപ്പോൾ അങ്ങനെയെങ്കിൽ ആദ്യം എക്സിന് കൊടുക്കുന്ന വാല്യൂസ് ഏതാണ്? എ എന്നുള്ള സെറ്റിൽ നിന്നാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ റിലേഷൻ എന്താണ്? നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തതാണ് y ഈക്വൽ ടു എക്സ് പ്ലസ് 1 എന്നാണ്. ഓക്കെ, അപ്പോൾ ആദ്യം എക്സിന് 1 വരുമ്പോൾ വൈയുടെ വാല്യൂ എന്താണ്? എക്സിന് 1 വരുമ്പോൾ വൈയുടെ വാല്യൂ എത്രയാണ്? എക്സിന് 1 വരുമ്പോൾ 1 + 1 ദാറ്റ് ഈസ് 2. വൈയുടെ വാല്യൂ 2 ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ റിലേഷൻ തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സിനെ റോസ്റ്റർ ഫോമിൽ എഴുതാനാണ് പറഞ്ഞിരുന്നത്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ബ്രാക്കറ്റിനകത്ത് 1, 2 എന്ന് എഴുതേണ്ടി വരും. ഓക്കെ, എക്സ് കോർഡിനേറ്റ് 1, വൈ കോർഡിനേറ്റ് 2. ഓക്കെ, ഫസ്റ്റ് പെയർ നമുക്ക് കിട്ടി. ഇനി എക്സിന് ഏത് വില കൊടുക്കണം? അടുത്തത് 2 എന്നുള്ള വില കൊടുക്കണം. എക്സ് ഈക്വൽ ടു 2 കൊടുത്താൽ y ഈക്വൽ ടു എന്ത് വരും? എക്സ് ഈക്വൽ ടു 2 കൊടുത്താൽ 2 + 1 3 വരും അല്ലേ? അപ്പോൾ y ഈക്വൽ ടു 3. ഓക്കെ, അപ്പോൾ 2, 3 എന്ന് പറഞ്ഞത് ഇതാ ഇതിനകത്തുണ്ട്, എഴുതണം. ഇനി അടുത്തത് എക്സിന് 3 കൊടുത്താൽ വൈയുടെ വാല്യൂ എത്രയാണ്? എക്സിന് 3 കൊടുത്താൽ 3 + 1 4 ആണ്. അപ്പോൾ y 4. 3, 4 ആണ് അടുത്ത മെമ്പർ. ഇനി എയിൽ വേറെ എലമെൻറ്റ്സ് ഒന്നും ഇല്ല അല്ലേ? 1, 2, 3 നമ്മൾ കൊടുത്തു നോക്കി. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ വാല്യൂസ് നമുക്ക് കിട്ടി. അപ്പോൾ എയിൽ ഇനി മെമ്പേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എക്സ് കോർഡിനേറ്റ് കൊടുക്കാനില്ല. അപ്പോൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. അപ്പോൾ എഫ് ഓഫ് എക്സിനെ റോസ്റ്റർ ഫോമിൽ എഴുതാൻ പറഞ്ഞാൽ എന്താണ്? ഇതാ ഇങ്ങനെ കോമയിട്ട് വേർതിരിച്ച് ഓരോ മെമ്പേഴ്സ് ആയിട്ട് എഴുതുന്നതിനെയാണ് നമ്മൾ റോസ്റ്റർ ഫോം എന്ന് പറയുന്നത്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സെറ്റ് ഓർഡേഡ് പെയർ 1, 2, 2, 3, 3, 4. ഇതാണ് ഇതിൻ്റെ റോസ്റ്റർ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് എന്താ? ഫംഗ്ഷൻ എന്ന് പറയുന്നത് 1, 1ഉം ഓൺ 2 ആണോ എന്ന് ചോദിച്ചാണ്. എഫ് എന്നത് 1, 1ഉം ഓൺ 2 ആണോ നോക്കിയേ. എഫ് ഓഫ് എക്സ് എന്നത് 1, 1ഉം ഓൺ 2 ആണോ? 1, 1ഉം ഓൺ 2 ആണെങ്കിൽ എന്ത് കണ്ടീഷനാണ് വരുന്നത്? ഇപ്പോൾ എ എന്നുള്ള സെറ്റ് ഇത് ബി എന്നുള്ള സെറ്റ് 1, 1 ഓൺ 2 ആവണമെങ്കിൽ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തേക്കുവാണ് എഫ്. 1, 1 ഓൺ 2 ആവണമെങ്കിൽ ആദ്യം 1, 1ൻ്റെ കേസ് എടുക്കാം. 1, 1 ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിലെ ഓരോ എലമെൻറ്റിനും ഇവിടെ ഡിസ്റ്റിങ്ക്റ്റ് ഇമേജസ് വരണം. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ 1 ആണ് ആദ്യത്തെ അല്ലേ? 1, ഇത് 2, ഇത് 3. ഇവിടെ എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? 2, 3, 4, 5. ഓക്കെ, അപ്പോൾ 1ന് ഒരു ഇമേജ് കിട്ടി. ഏതാണ്? 1ൻ്റെ ഇമേജ് 2 ആണ്. അപ്പോൾ 1ൽ നിന്ന് 2ലേക്ക് നമുക്ക് മാർക്ക് ചെയ്യാം. അടുത്തത് 2ൻ്റെ ഇമേജ് 3 ആണ്. അപ്പോൾ 2ൽ നിന്ന് നമുക്ക് 3ലേക്ക് മാർക്ക് ചെയ്യാം. 3യുടെ ഇമേജ് ഇവിടെ 4 ആണ്. അപ്പോൾ 3ൽ നിന്ന് 4ലേക്ക് മാർക്ക് ചെയ്യാം.
അപ്പോൾ എയിലെ എല്ലാ എലമെൻസിനും ഡിഫറൻറ്റ് ഇമേജസ് ഇവിടെ കിട്ടി. അതിൻ്റെ അർത്ഥം എന്താ? ഫംഗ്ഷൻ എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 1 ആണ് അല്ലേ? ഡിസ്റ്റിങ്ക്റ്റ് എലമെൻസിന് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജസ് ഇവിടെ കിട്ടി. അതുകൊണ്ട് എഫ് എന്താണ്? 1 1 ആണ്. ഓക്കെ, ഇനി ഓൺ ടു ആണോ എന്ന് കൂടെ അറിയണമല്ലോ. ഓൺ ടു ആണെങ്കിൽ എന്ത് കണ്ടീഷനാണ് വരണ്ടേ? ഈ ബി എന്നുള്ള സെറ്റിലെ എല്ലാ എലമെൻസിനും നമുക്ക് തിരിച്ച് പ്രീ ഇമേജ് ഇവിടെ എയിൽ കണ്ടുപിടിക്കാൻ പറ്റണം. ഇവിടെ നമുക്ക് 2ന് ഒരു പ്രീ ഇമേജ് ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. 3ക്ക് പ്രീ ഇമേജ് ഇവിടെ 2 ഉണ്ട്. 4ന് പ്രീ ഇമേജ് ഇവിടെ 3 ഉണ്ട്. പക്ഷെ 5 എന്നുള്ള എലമെൻറ്റ് നോക്കിയാൽ അതിന് പ്രീ ഇമേജ് ഇവിടെ ഇല്ല. അപ്പോൾ എല്ലാ എലമെൻസിനും നമുക്ക് പ്രീ ഇമേജ് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അതിൻ്റെ അർത്ഥം എന്താ? എഫ് എന്ന് പറഞ്ഞത് ഓൺ ടു അല്ല. എഫ് ഈസ് നോട്ട് ഓൺ ടു. ഓക്കെ, അപ്പോൾ 1 1 ആണ്, പക്ഷെ ഓൺ ടു അല്ല. അപ്പോൾ എന്താ റീസൺ എഴുതേണ്ടത്? ഓൺ ടു അല്ല എന്ന് എഴുതാൻ കാരണം എന്താ? റീസൺ എഴുതണ്ടേ? എഫ് ഈസ് 1 1. എഫ് 1 1 ആണ്. കാരണം എന്താ? distinct elements in A have distinct images in B. അതാണ് 1 1 ആവാൻ കാരണം. ഓക്കെ, ഇനി എഫ് ഈസ് നോട്ട് ഓൺ ടു അല്ല എന്ന് പറയാൻ കാരണം എന്താണ്? എവറി എലമെന്റ് ഇൻ ബി ഡസ് നോട്ട് ഹാവ് എ പ്രീ ഇമേജ്. എവറി എലമെന്റ് in B does not have a pre-image. Pre-image എല്ലാത്തിനും ഇല്ല എന്നാണ് റീസൺ. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ് എക്സാമിന് റോസ്റ്റർ ഫോമിൽ എഴുതാനോ അല്ലെങ്കിൽ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാനോ ഒക്കെ ആയിട്ട് ചോദിക്കാം. അതുപോലെ തന്നെ ഫംഗ്ഷൻ 1 1 ആണോ ഓൺ ടു ആണോ എന്നുള്ള രീതിയിലും ചോദിക്കാം. അപ്പോൾ ഈ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു സെക്ഷനാണ് ഈ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്നുള്ളത്. ആ ഐഡിയ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് ആ 3 മാർക്കും വളരെ ഈസി ആയിട്ട് മേടിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിക്കുക. അപ്പോൾ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്തെങ്കിലും സ്പെഷ്യൽ ടോപ്പിക്സ് ക്ലാസ് എടുക്കണം എന്നുണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് അറിയിക്കുക. ഓക്കെ, അപ്പോൾ താങ്ക് യു.